പ്രൈസ് കർത്താവിനെ ധനിവരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രഭുവിനോട് ചേർന്ന് സഹകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥന സഹായികളും കർത്താവിൻ്റെ പെട്ട ദാസന്മാർക്കും അഭിധികാംക്ഷകൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ഒരാഴ്ച ജീവിപ്പാനുള്ള ദൈവത്തിന്റെ ശക്തി കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നല്ലോ. ഈ പുതിയ ആഴ്ചയിൽ ജീവിപ്പാനുള്ള ദൈവത്തിന്റെ ശക്തിക്കായിട്ട് ദൈവന്റെ വെളിപ്പാടിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഓർപ്പിച്ച ദൂരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-57 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവം എന്നുള്ള സബ്ജക്റ്റാണ് വിശുദ്ധന്മാവ് ഇന്ന് നിങ്ങൾക്കായി പകരുവാണ്ടിയാകുന്നത്. ആമേൻ. ജയമെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം. കേൾക്കുന്നവർക്കെല്ലാം പ്രത്യേകമായ ഒരു ആനന്ദവും ഉന്മേഷവും ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് സ്തോത്രം. തോൽവി എന്ന് പറഞ്ഞാൽ, പരാജയം എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്കെല്ലാം ഒരു വിഷമമുണ്ടാകും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ വിഷമമുണ്ടാകുന്ന ഒരു വാക്കാണ് തോൽവി എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പല വിഷയങ്ങളിൽ പരിശ്രമിച്ചിട്ട് സ്തോത്രം അധ്വാനിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ സ്തോത്രം പരാജയം അനുഭവിച്ച് നിരാശ കഴിയുന്ന ചിലരോട് കർത്താവ് രാവിലെ പറയുന്ന സ്തോത്രം, നിന്റെ പരിശ്രമങ്ങൾക്കൊരു വിജയം ദൈവം തരാൻ പോവുകയാണ്. അധ്വാനത്തിന് ഒരു ജയം ദൈവം തരാൻ പോവുകയാണ്. അവൻ ജയം തര ദൈവമാണ്. ഈ പരാജയനായി തലകുനിച്ചവനായി മുൻപോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പഴയ ബൈബിളിൽ ധാരാളം എവിഡൻസ് അതിനെ കാണുവാനിടയാകും. സ്തോത്രം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ഹാമാന്റെ കാര്യമാണ്. ഹാമാന് പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന മോർദെഖായിക്ക് എതിരായിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ചു. കഴിവരം വരെ തൂക്കിക്കളവാനായിട്ട് ഉണ്ടാക്കി, നിയമം രേഖയാക്കി, എല്ലാ കാര്യം ക്രമീകരിച്ചു. എന്നാൽ രാജാവിന് അന്ന് രാത്രി ഉറക്കം കൊടുത്തില്ല. ഇപ്പുറത്ത് മോർദെഖായി പ്രാർത്ഥിപ്പാനും ഉപസിപ്പാനും തയ്യാറായിട്ട് ഈ സംഭവത്തിന് മുമ്പിൽ ദൈവത്തോട് നെടുവീർപ്പിട്ട് നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിക്കുന്ന ദൈവത്തിന്റെ ദാസന് വേണ്ടി ദൈവം രാത്രി ഉണർന്നു. സ്തോത്രം. രാജാവ് ഉറക്കം കൊടുത്തില്ല. രാജാവ് ഉറക്കം അപ്പോൾ ആ രാത്രിയിൽ മോർദെഖായിക്ക് എതിരായിട്ട് സ്തോത്രം ഹാമാനും പടുതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് രാത്രിയിൽ ഒരു വീട്ടിൽ വൈരാഗ്യത്തിന്റെ, മറ്റൊരു വീട്ടിൽ ദൈവത്തിന് കരുതലിന്റെ നിലയിൽ ദൈവത്തിന് പുറത്ത് വെളിപ്പെടുമ്പോൾ രാവിലെ സ്തോത്രം ഹാമാനെല്ലാം റെഡിയാക്കിയിട്ട് രാജാവ് ചെന്ന് നിൽക്കുകയാണ്. എത്രയും വേഗം സ്തോത്രം മോർദെഖായിയെ കഴിവരെ തൂക്കണം. അതിന് നിയമത്തിന്റെ അംഗീകാരം, രാജാവിന് അംഗീകാരം മേടിക്കുവാൻ ചെന്ന് നിന്നപ്പോൾ രാജാവ് പറയാണ്, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. രാജാവ് ബഹുമാനിപ്പാൻ പുരുഷന് എന്തെല്ലാം അവൻ ചെയ്യേണ്ടത്? അവന് രാജാവ് എന്നെയല്ല ആരെ ബഹുമാനിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ക്ലൈമാക്സിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതെല്ലാം അവിടെ വാദിക്കിരിക്കുന്ന മോർദെഖായി ചെയ്യ് എന്ന് കൽപ്പന കൊടുത്തു. രാജാവിന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് തലയും കുനിച്ചുകൊണ്ട് ഭാര്യയുടെ അടുക്കലേക്ക് പോകുന്ന ആമേൻ ഹാമാനെ പറ്റിയാണ് ഞാൻ കാണുന്നത്. സ്തോത്രം. പരാജയപ്പെട്ടവനായിട്ട്. അപ്പോൾ ഹല്ലേലൂയ, തന്റെ ഭാര്യ സേരസ് പറയുന്ന വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവൻ യഹൂദ വംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. പ്രിയസ്തല്ലോ. ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നു, നീ പ്രതികൂലത്തിന് മുമ്പ് പ്രതിസന്ധി മുമ്പിൽ ശത്രു നിനക്കായി ഒരുക്കിയ കെണിക്ക് മുമ്പിൽ തലകുനിച്ച് പെറുപുറത്ത് അയ്യം വിളിച്ച് നടക്കുന്ന വ്യത്യാസമല്ല. വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിപ്പാൻ ഉപസിപ്പാൻ കരയുവാൻ ആര് തയ്യാറാകുന്നു? നിനക്ക് വേണ്ടി ഒരു വിജയം തരുവാൻ ദൈവം മതിയാവനാണ്. നീ യഹൂദ വംശക്കാരനാകുന്ന മുമ്പിൽ നീ പരാജയപ്പെടുവാൻ സമ്മതിക്കത്തില്ല. നന്നായി പ്രാർത്ഥിക്കുന്ന, ഉപസിക്കുന്ന, ആരാധിക്കുന്ന, വചനത്തിന് വിശ്വസിച്ച് നിൽക്കുന്ന ദൈവമായിട്ട് നിന്നെ തന്നെ ക്രമീകരിച്ച് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നീ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിച്ചില്ല. വിജയം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാവിലെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഈ വിഷയം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വന്ന പഴയമത്തൊരു സംഭവം പെട്ടെന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ. ഈ ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 15 വാക്യങ്ങൾ. അവിടെ രഹീദീമിൽ വെച്ച് അമാലേക്യരോട് യുദ്ധം ചെയ്യുവാൻ യോശുവ പുറപ്പെട്ടപ്പോൾ അവിടെ മോശയുണ്ട്. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശയുടെ കൈ താണിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മോശ കൈ ഉയർത്തി പിടിച്ചിരിക്കുമ്പോൾ
യോശുവ യുദ്ധത്തിന്റെ ഭൂമിയിലാണ്, യുദ്ധഭൂമിയിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോശ കൈ ഉയർത്തി പിടിച്ച മോശ കൈക്ക് ഭാരമുണ്ടായി. കൈ താഴോട്ട് പോകുമ്പോൾ തളരുന്നതിന് അനുഭവം ഉണ്ടായി. ആ സമയത്ത് അഹരോനും ഹൂരും ഇടത്തും വലത്തുമായിട്ട് മോശയുടെ കരത്തെ താങ്ങിയ സംഭവമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഒന്ന്, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ, പ്രാർത്ഥനാ ശബ്ദം ഉയർന്നിരിക്കുമ്പോൾ, നിന്റെ വിശ്വാസം ഉയർന്നിരിക്കുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി ജയം തരുന്നത്. സ്തോത്രം. ഒന്ന്, പ്രതികൂലത്തെ പതറാതെ ഉപസിച്ച് നെടുവരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി. രണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനാ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, പ്രതീക്ഷയോട് പ്രാർത്ഥിക്കുന്ന, സ്വതം പ്രാർത്ഥന ഭയങ്കര ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മുമ്പിൽ ശത്രുവിന്റെ പദ്ധതികൾ തകർന്ന് ദൈവം നിനക്ക് ജയം തരുവാനിടയാകും. സ്തോത്രം. മൂന്നാമത് കാണുന്നത് അഹരോനും ഹൂരും ഭിന്നതയും ഇടർച്ചയൊന്നും ഇല്ലാതെ ഐക്യതയോടുകൂടെ മോശയുടെ കൈകൾ താങ്ങുവാനായിട്ടിടയായി. ഐക്യത ഉള്ളിടത്ത്, സ്തോത്ര, ഐക്യതയോടുകൂടെ മോശയുടെ കരങ്ങളെ താങ്ങുവാനായിട്ട് അഹരോനും ഹൂരും തയ്യാറായ നിമിത്തം അവിടെ എന്തുണ്ടായി? ഒരു വലിയ ജയം യോശുവയ്ക്ക് നൽകുവാനിടയായി. അവിടെ വായിക്കുന്ന അവസാന വാക്യം ഇങ്ങനെയാണ്: പിന്നെ മോശ യാഗോടം പടുന്നു, അതിന് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. പ്രീസലോ. ഇന്ന് രാവിലെ ആത്മാവത്തിലൂടെ പറയുന്നു, യഹോവ എന്റെ കൊടി, യഹോവ എന്റെ കൊടി, യഹോവ നിസ്സി എന്ന പേര് ഇട്ട് നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുവാൻ ഇടയാകുന്ന പോലെ ചില ദൈവപ്രവൃത്തികൾ ഈ ആഴ്ച വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 37-39 വാക്യങ്ങളിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന വാക്യം നമുക്കറിയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് തന്നെ വേർതിരിക്കുവാൻ, 35-ാം വാക്യം, യേശുവിന്റെ സ്നേഹത്തിന് തന്നെ വേർതിരിക്കുവാനായിട്ട്, കർത്താവുമായ ബന്ധം, കർത്താവുമായ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളവാനായിട്ട് ഒത്തിരി പ്രശ്നക്കാരും മുമ്പോട്ട് വരുന്ന കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, ഉപദ്രവം, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ ദൈവത്തിനെ കടത്തിവിടുകയാണ്. എന്നാൽ അത് അവിടെ വായിക്കുന്നു, സ്തോത്രം, ഇതൊന്നും എനിക്ക് കർത്താവുമാ സ്നേഹത്തിന് വേർതിരിപ്പാൻ കഴിയില്ല എന്ന് പോലും ഉറക്കുകയാണ്. അവിടെ ഇരിക്കുന്ന വാക്യപ്രകാരമാണ് 37-ാം വാക്യം: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ രാവിലെ കർത്താവ് പറയാണ്, നിനക്ക് ഭാഗ്യമായ വിജയമല്ല, ആമേ, അല്പം ആശ്വാസമല്ല, സ്വന്തം ഒരു പൂർണ്ണമായ ജയം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് മാനുഷ്യ പരിശ്രമം കൊണ്ടല്ല, സ്വന്തം ഭുജം കൊണ്ടല്ല. സ്വത്രം. ആമേ. സങ്കീർത്തനം ഹല്ലേലൂയ 44-3-ാം വാക്യം വായിക്കുന്നത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, ദൈവത്താനാണ്. ദൈവം തന്നെ നിനക്ക് ഒരു പൂർണ്ണ ജയം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജയം തരുന്ന ദൈവം. സ്തോത്രം. നിന്റെ ശക്തി കൊണ്ടോ, കഴിവ് കൊണ്ടോ, മിടുക്ക് കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, പണം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ, ആമേ, സ്വന്തം റെക്കമെൻഡോ കൊണ്ട് അല്ല. സ്തോത്രം. ദൈവം തന്നെ നിനക്ക് പൂർണ്ണ ജയം തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തവും ചിട്ടവുമായിട്ട് രാവിലെ പരിശുദ്ധമായി പറയുന്നു, സ്തോത്രം, നമ്മുടെ കർത്താവ് നമുക്ക് ജയം തരും ദൈവമാണ്. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടവനായി തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ വിഷയത്തിന്മേൽ സമ്പൂർണ്ണമായ ജയം തന്ന് നിന്റെ മുഖത്തെ ആദരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധന്മാവ് രാവിലെ ഓർപ്പിക്കുകയാണ്. പരാജയം അനുഭവിച്ച് നിരാശയിൽ കഴിയുന്ന, സ്തോത്രം, പരിശ്രമിച്ചിട്ട് വിജയം കണ്ടെത്തുവാൻ പറ്റാതെ ഭാരപ്പെടുന്ന നിന്നോട് ദൈവമാവ് സംസാരിക്കുകയാണ്. നിന്റെ ദൈവം ജയന്തര ദൈവമാണ്. ആ കർത്താവിനോട് നീ എന്ത് ചെയ്യണം? പ്രതികൂലമോ പ്രശ്നങ്ങളോ കഴിവുമോ കണ്ടിട്ട് പതറാതെ പ്രതീക്ഷയോട് അയ്യം വിളിപ്പാൻ, നെടുവീർപ്പിടാൻ, ഉപസിപ്പാൻ തയ്യാറാകണം. 2, ആമേ, നീ സ്ഥിരമായി പ്രാർത്ഥിക്കണം, തളരാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. 3, തളരുന്നവരെ താങ്ങുന്ന, അല്ലെങ്കിൽ കൈത്താങ്ങൾ കൊടുക്കുന്ന, ഐക്യതയും ഇടർച്ചയും ഇല്ലാത്ത താങ്ങുവാനായിട്ട് നീ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു ജയം തരുവാൻ ദൈവം മതിയാകനാണ്. യഹോവ നിസ്സി, ഒരു ജയത്തിന് കൊടി നിനക്ക് ഉയർത്തുവാൻ ദൈവം താല്പര്യപ്പെടുന്ന പരിശുദ്ധന്മാവ് രാവിലെ ഓർപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഈ ദൂതമാകെ സമർപ്പിക്കുന്ന ജനത്തെ മാനിക്കണമേ കർത്താവ്. അവരെ പരാജയത്തിൽ, നിരാശയിൽ, അധ്വാനത്തിൽ ഫലം കാണാതെ ഭാരപ്പെട്ട വിഷയത്തിന്മേ ഈ ആഴ്ച ജയത്തിന്റെ ആഴ്ചയെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുണ്ടാകേണ്ടത് എങ്ങനെയാണ് കർത്താവ് അറിയാമല്ലോ. കർത്താവ് പൂർണ്ണമായ ജയം ചില വിഷയത്തിന് പകരണമേ, പൂർണ്ണമായ ജയം നിന്നത് കൽപ്പിക്കണമേ. അങ്ങനെ കർത്താവ് ചെയ്യാൻ പോകുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദുബാനത്തിന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പരാജയം മാറി ഒരു ജയത്തിന് ഉണ്ടാകുവാൻ, പൂർണ്ണതയെ ഉണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം ജനത്തെ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.